ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുഞ്ഞു കുഞ്ഞു ചേരുവകൾ മാത്രം മതി. അതുപോലെ ഇത് തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് റവയാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയോ എന്തായാലും കുഴപ്പമില്ല. ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. റവയൊക്കെ നല്ലോണം കുതിർന്ന് കിട്ടാനായിട്ടാണ് നമ്മളിതാ ഇങ്ങനെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. 10 മിനിറ്റ് നേരം ഇതിനിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരത്തിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ടുണ്ട്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പക്ഷേ ഇതിനെ വെച്ചും നെയ്യുടെ അളവ് കുറവായിട്ട് ചേർക്കരുതേ. അതുപോലെ നെയ്യുടെ ടേസ്റ്റൊന്നും ഒട്ടും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി വരുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി തേങ്ങയൊക്കെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെക്കാം, നിർത്താതെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മളിതിലേക്ക് തേങ്ങ ചിരുകിയതും ചേർക്കുന്നുണ്ട്. പക്ഷേ തേങ്ങാക്കൊത്തൊക്കെ ഇതാ ഇങ്ങനെയൊന്ന് വറുത്തെടുത്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒന്നും കൂടെ നന്നായിരിക്കും. ഇതാ കണ്ടോ, ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ട് മാറിയിട്ടില്ലേ? ഈ ഒരു പാകമായാൽ മതി. ഇനി ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരുകിയതാണ് കേട്ടോ ചേർക്കണത്. ഇതാ ഇനി തേങ്ങാക്കൊത്തും തേങ്ങയും കൂടെ 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കണത് പൊടിച്ച ശർക്കരയാണ്. ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് പെട്ടെന്ന് മെൽറ്റായി കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണുണ്ട്. ഞാൻ ഈ എടുത്തിട്ടുള്ള ശർക്കരയിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നിങ്ങളെടുക്കണ ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ അത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് പാനിയാക്കിയിട്ട് അരിച്ചിട്ട് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ ശർക്കരപ്പാനിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാനിയാക്കി എടുക്കരുതേ, നമുക്കിത് വറ്റിച്ചെടുക്കാനായിട്ടുള്ളതാണ്. ഇതാ കണ്ടോ, ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ചേർക്കുന്നത് നല്ലോണം വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയറാണ്. ഇത് 1 കപ്പ് ചെറുപയറാണ് കേട്ടോ ഉള്ളത്. ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ചെറുപയറിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തോളൂ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റൊക്കെ കഴിയണ സമയത്ത് ഈ ശർക്കരയും തേങ്ങയും ചെറുപയറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരും. ഇതാ ഞാനിതിവിടെ ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടിപ്പോൾ 4 മിനിറ്റായി. അപ്പോഴേക്കും കണ്ടോ ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് 2 നുള്ളു ഉപ്പും നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ ഈ സമയം ഇതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇപ്പോൾ ചേർക്കണില്ല. ഇനി ഇതിൽ നിന്നും കുറച്ചതായി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ പലഹാരം റെഡിയാക്കണ സമയത്ത് ലാസ്റ്റ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനായിട്ടുള്ളതാണ്. ഇനി ഇതാ ഈ ഒരു മിക്സിലേക്ക് ചേർക്കണത് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റവയിലെ അത് നമുക്ക് ഈ സമയം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒത്തിരി സമയമൊന്നും എടുക്കില്ല, 1-2 മിനിറ്റ് തന്നെ മതിയാകും. ഇതാ ഇതിവിടെ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വന്നോളും. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഇതുപോലെ വലിയൊരു ഉരുള നമുക്ക് എടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ്ങില്ലേ അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതാ ഇങ്ങനെ കവർ ചെയ്ത് കൂടെ കൊടുക്കാം. ഓൾറെഡി ഇതിന് മധുരമുണ്ട്, അപ്പോൾ അകത്ത് ഫില്ലിങ്ങൊക്കെ വെക്കുമ്പോൾ വളരെ കുറച്ച് തന്നെ വെച്ചാൽ മതിയാകും. നമ്മളിതാ ഇങ്ങനെ ഉള്ളിൽ ഫില്ലിങ്ങും കൂടെ ചേർത്തിട്ട് ഈ ഒരു പലഹാരം റെഡിയാക്കുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് വാഴയിലയാണ്. ഞാൻ ഈ വാഴയില ഇങ്ങനെ ഒന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ ഷേപ്പാക്കി എടുത്തിട്ടില്ലേ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കാം. വാഴയിലേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വാട്ടിയിട്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷേപ്പാക്കിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ പൊട്ടിപ്പോവില്ല. ഇനി ഇവിടെ ഒരു വിരൽ വെച്ച ശേഷം ഇങ്ങനെ മടക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം താഴേക്ക് വെച്ച് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ വാഴയിലേക്ക് വാട്ടാതെ എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യണതെങ്കിൽ നമ്മളിങ്ങനെ മടക്കി കൊടുക്കില്ലേ, ഈ ഒരു സമയത്ത് വാഴയിലേക്ക് പൊട്ടിപ്പോകും.
കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ദാ ഈ ഒരു ഷേപ്പ് കൊടുക്കണമെന്നേ ഉള്ളൂ. അതുപോലെ ഇങ്ങനെ വാഴയില തിരിച്ചിട്ട് കൊടുക്കുന്നതും കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ അടയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ചെയ്തിട്ടെടുത്താലും മതി. എല്ലാം തന്നെ ഇവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഇത് സ്റ്റീം ചെയ്തിട്ടെടുക്കണത്. ഇഡ്ഡലി പാത്രത്തിൽ വേകാനായിട്ടുള്ള ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുത്ത ശേഷം ദാ ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ടെടുക്കാം. എനിക്കിത് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് 15 മിനിറ്റാണ് കേട്ടോ സമയമെടുത്തത്. ഓരോ അടുപ്പനുസരിച്ചിട്ട് ഈ ഒരു സമയത്തിൽ വ്യത്യാസം വരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത്. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ചെറുപയറൊക്കെ കഴിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല മടിയായിരിക്കില്ലേ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ നടുവിലായിട്ട് ഒരു കുഞ്ഞി ഫില്ലിംഗ് ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചെറുപയറും റവയൊക്കെ വെച്ചിട്ട് ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്